ഹൃദയമുള്ളവർക്ക് തുറക്കാം, കണ്ണുള്ളവർക്ക് തുറന്നു നോക്കാം. My God, He is a rich Father and He is a lavish Father. He wants to bless you in your finances. എന്റെ അപ്പൻ അവൻ ഒരു സ്വർഗീയ പിതാവ്, അവൻ ധനാഢ്യനായ പിതാവാണ്, അവൻ നിന്നെ സ്നേഹിക്കുന്ന പിതാവാണ്, നിന്നെ സാമ്പത്തികമായി നിറക്കുന്ന ഒരു പിതാവാണ്. Your earthly father may be a stingy father, but your heavenly Father is a lavish Father. ഒരുപക്ഷെ നിങ്ങളുടെ ഭൂമിയിലെ പിതാവ് ഒരു പിശുക്കനായ വ്യക്തിയായിരിക്കാം, എന്നാൽ സ്വർഗീയ അപ്പൻ ധാരാളമായി നിനക്ക് നൽകുന്നവനാണ്. Financial chains are being broken in the mighty name of Jesus. സാമ്പത്തിക ചങ്ങലകൾ യേശുവിന്റെ നാമത്തിൽ ഇതാ തകർന്നു പോവുകയാണ്. Every yoke of debts is being destroyed in the mighty name of Jesus. എല്ലാ കടഭാരത്തിന്റെ നുകങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഉടഞ്ഞു പോവുകയാണ്. Hallelujah. Hallelujah. Something is breaking loose in the spiritual realm right now. ഇപ്പോൾ ഇതാ ഇവിടെ നിങ്ങൾ ആരാധിക്കുമ്പോൾ ആത്മീക തലത്തിൽ ചിലത് ഉടഞ്ഞ് തകർന്നു പോവുകയാണ്. Breakthrough anointing is unleashed in the name of Jesus. തകർത്തു മുന്നേറുവാനുള്ള ഒരു അഭിഷേകം ഇപ്പോൾ നിങ്ങളിലേക്ക് കർത്താവ് പകരുന്നു. Hallelujah. Goliath and the whole army of Philistines are standing there, but the anointing came upon David and he penetrated into there, and the Goliath was completely destroyed. He had a breakthrough into his future. ഗോലിയാത്തും അവന്റെ സൈന്യവും വലിയ ശത്രു സൈന്യമായി മുമ്പിൽ നിൽക്കുമ്പോൾ അഭിഷേകമുള്ള ദാവീദ് ആ പ്രതിരോധത്തെ, പ്രതിസന്ധിയെ തകർത്ത് മുന്നേറി അവന്റെ ഭാവി അവൻ കൈവശമാക്കി. Shout hallelujah. ഉറക്കെ hallelujah. ആത്മാവിൽ ഞാൻ അടുത്ത ആളോട് പറയും, ഇതൊക്കെ തുടക്കമാണ്. ഇപ്പോഴത്തെ ആളോട് പറയും, ഇത് സാമ്പിൾ വെടിക്കെട്ടാണ്. പറ, എന്താ ഇത്? ഇതൊക്കെ സാമ്പിൾ. ഇതിനേക്കാളൊക്കെ മൈൻഡ് ബ്ലോയിങ്, വിശ്വസിക്കാൻ പറ്റാത്ത സാമ്പത്തിക വിടുതലുകൾ പോരാ, സാമ്പത്തിക അത്ഭുതങ്ങൾ, ഫൈനാൻഷ്യൽ മിറക്കിൾസ് വരിക. 2018 നമ്മൾ ഇതുപോലെയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതല്ല, ആ ഒരു അനോയിന്റിങ്ങിലല്ല ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. എനിക്കറിയാം, ആ ഒരു ലെവലിലല്ല ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. വലിയ വിടുതലുകൾ വരികയാണ്. അടുത്ത 3 വർഷത്തിനകം ചില മില്യണേഴ്സ്, ലക്ഷങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ നമ്മുടെ സഭകളിൽ എഴുന്നേൽക്കാൻ പോകുകയാണ്. ചുമ്മാ കാശിട്ടു എന്നല്ല പറഞ്ഞത്. Kingdom finances are coming. രാജ്യത്തിന്റെ സമ്പത്ത് നിന്റെ മേൽ വരികയാണ്. God is going to give you millions into your hands for the kingdom of God. ദൈവ രാജ്യത്തിന് വേണ്ടി ലക്ഷങ്ങൾ, കോടികൾ നിങ്ങളുടെ പക്കലേക്ക് കർത്താവ് തരാൻ പോവുകയാണ്. There is something called money with a mission. ഇതാ ദൗത്യത്തോടൊപ്പമുള്ള പണം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. Hallelujah. Hallelujah. Many people have money with them. പല ആളുകളുടെ പക്കലും പണമുണ്ട്. But that money has no mission. പക്ഷേ ആ പണത്തിന് ഒരു ദൗത്യമില്ല. But if you are a child of God, പക്ഷേ നിങ്ങൾ ഒരു ദൈവ പൈതലെങ്കിൽ, if you are a man of God, നിങ്ങൾ ഒരു ദൈവ പുരുഷനെങ്കിൽ, if you are a minister of God, നിങ്ങൾ ഒരു ശുശ്രൂഷക്കാരനെങ്കിൽ, if you are a believer, നിങ്ങൾ ഒരു വിശ്വാസിയെങ്കിൽ, the money that comes to your hand has a mission. നിങ്ങളുടെ പക്കൽ വരുന്ന പണത്തിന് ഒരു ദൗത്യമുണ്ട്. Hallelujah. Hallelujah. Such money with a mission is going to come into your hands. അതുപോലെ ദൗത്യമുള്ള ചില പണം നിങ്ങളുടെ പക്കൽ കർത്താവ് തരാൻ പോവുകയാണ്. Some of you sitting here are students now. ഇപ്പോൾ വിദ്യാർത്ഥികളായിരിക്കുന്ന ചില ആളുകൾ, You don't know how to pay your fee. നിങ്ങളുടെ ഫീസ് എങ്ങനെ കൊടുക്കണമെന്ന് നിങ്ങൾക്ക് You don't know അറിയില്ല. how to find money for your higher studies. നിങ്ങളുടെ ഉപരിപഠനത്തിന് എങ്ങനെ പണം കിട്ടുമെന്ന് But അറിയില്ല. your rich dad in heaven is going to provide for you in a magnificent way. അത്ഭുതകരമായ രീതിയിൽ നിങ്ങളുടെ സ്വർഗ്ഗത്തിലെ സമ്പന്നനായ പിതാവ് നിങ്ങൾക്ക് വേണ്ടി കരുതാൻ പോവുകയാണ്. Another prophetic utterance മറ്റൊരു പ്രവചന ശബ്ദം from Blessing Today churches. ബ്ലെസ്സിംഗുടെ ചർച്ചുകളിൽ നിന്നും, Many are going to come to civil service. ഇതാ സിവിൽ സർവീസിലേക്ക് അനേകർ വരാൻ പോവുകയാണ്. IAS officers, IFS officers are going to rise up. IAS ഓഫീസർമാർ, IFS ഓഫീസർമാർ നമ്മുടെ ബ്ലെസ്സിംഗുടെ ചർച്ചുകളിൽ നിന്നും എഴുന്നേൽക്കാൻ പോവുകയാണ്. District collectors will come who will be talking in tongues. അന്യഭാഷകൾ സംസാരിക്കുന്ന ജില്ലാ കളക്ടർമാർ എഴുന്നേൽക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇനി കാലം അധികമില്ല. അതുകൊണ്ട് കർത്താവ് ഇത്തിരി തിരക്ക് പിടിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. സഹകരിക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടോ? കർത്താവ് വേഗത്തിൽ ചിലതൊക്കെ ചെയ്യാൻ
തീരുമാനിച്ചിരിക്കുക, സ്വർഗത്തിൽ ബില്ല് പാസ്സായി, തീരുമാനമായിരിക്കുക. നിൻ്റെ ജീവിതത്തിൽ ഈ രാജ്യത്ത് പല രാജ്യങ്ങളിൽ സഭകളിൽ കർത്താവ് വേഗത്തിൽ ചിലത് ചെയ്യാൻ പോവുക. A few more things and we are going to do something as a prophetic act. ചില കാര്യങ്ങൾ പറഞ്ഞ ശേഷം ചില കാര്യങ്ങൾ പ്രവചനക്രിയയായി നാം ചെയ്യാൻ പോവുകയാണ്. Being rich is an attitude. സമ്പന്നനായിരിക്കുക എന്നതൊരു മനോഭാവമാണ്. It is a mindset. അതൊരു ചിന്താഗതിയാണ്. I'm going to tell you something very, very important. A rich father can never have a poor son. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒരു സമ്പന്നനായ പിതാവിന് ഒരിക്കലും ദരിദ്രനായ ഒരു മകൻ ഉണ്ടാവുകയില്ല. മാങ്ങയുടെ അത്രയും വലുപ്പത്തിൽ എഴുതി വെക്കുക. A rich father cannot have a poor son. ഒരു സമ്പന്നനായ പിതാവിന് ഒരിക്കലും ദരിദ്രനായ ഒരു മകൻ ഉണ്ടാവുകയില്ല. But when we look around, sometimes even rich fathers or the children of rich fathers live a poor life. എന്നാൽ നമ്മൾ ലോകത്തിൽ ചുറ്റും നോക്കുമ്പോൾ വലിയ ആയിരിക്കുന്ന പിതാക്കന്മാരുടെ മക്കളൊക്കെയും പലരും ദരിദ്രന്മാരായി ജീവിക്കുന്നത് കാണാം. This is because of three reasons. Main reasons are three. പ്രധാനമായും അതിന് 3 കാരണങ്ങളാണുള്ളത്. Number 1, ignorance. ഒന്ന് അജ്ഞത. Number 2, bad relationship with the father. രണ്ടാമതായി പിതാവിനോടുള്ള മോശമായ ബന്ധം. Number 3, mismanagement of wealth. മൂന്നാമതായി പണം ദുർവ്യയം ചെയ്യുന്നത് അല്ലെങ്കിൽ നന്നായി കൈകാര്യം ചെയ്യാത്തത്. Number 1, ignorance. ഒന്ന് അജ്ഞത. Number 2, bad relationship with the father. പിതാവിനോടുള്ള മോശമായി പോയ ബന്ധം. Number 3, mismanagement of wealth. ധനം ദുർവ്യയം ചെയ്യുന്നത്. Because of these 3 main reasons, many people, many children of rich fathers, rich parents live a poor life. പ്രധാനമായും ഈ 3 പ്രധാന കാരണങ്ങളാൽ പല സമ്പന്നന്മാരായ പിതാക്കന്മാരുടെ മക്കൾ ദരിദ്രരായി കഴിയാറുണ്ട്. The same thing can happen in your life also. അതേ കാര്യം തന്നെ നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കാം. We know that our heavenly Father is so rich. നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ സ്വർഗീയ പിതാവ് അതിസമ്പന്നനാണ്. Say amen. ഒരു ആമേൻ പറയാമോ? Say amen. ആമേൻ. Amen again. ആമേൻ. But because of your ignorance, you can live a poverty-stricken life. എന്നാൽ നിങ്ങളുടെ അജ്ഞത നിമിത്തം ദാരിദ്ര്യത്തിൽ തന്നെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. The second is a bad relationship with the father. രണ്ടാമത്തെ കാര്യം എന്നത് അപ്പനുമായിട്ടുള്ള ശരിയല്ലാത്ത അല്ലെങ്കിൽ മോശമായ ശിഥിലമായ Some fathers, they have great property, but because the father is not in terms with, the children are not in terms, the son is not in terms with the rich father, he is not inheriting things. The father is not willing to give. ചില പിതാക്കന്മാർക്ക് വളരെ സമ്പത്തുണ്ട്, സ്വത്തുക്കളുണ്ട്. എന്നാൽ മക്കൾ അല്ലെങ്കിൽ മകൻ യഥാർത്ഥമായി നല്ലൊരു ബന്ധത്തിലല്ലാത്തത് കൊണ്ട്, അദ്ദേഹവുമായി രമ്യതയിലല്ലാത്തത് കൊണ്ട് ചില പിതാക്കന്മാർ നൽകുന്നില്ല. അതിൽ പ്രശ്നമുണ്ടാകും. Some others, some children of rich parents, they live a poor life because they squander their money, they mismanage the money. സമ്പന്നന്മാരുടെ ചില മക്കൾ ദരിദ്രരായി തീരാൻ കാരണം പിതാവിനുണ്ടായിരുന്ന പണം അല്ലെങ്കിൽ അവർക്ക് ലഭിച്ച പണം അവർ അനാവശ്യമായി ചെലവാക്കി ദുർവ്യയം ചെയ്ത്. The best example I can give you is the prodigal son. അതിനൊരു ഉദാഹരണം നൽകാൻ കഴിയുന്നത് ധൂർത്തപുത്രന്റെ കഥ തന്നെയാണ്. He was the son of a very rich father. അതിസമ്പന്നനായ ഒരു പിതാവിന്റെ മകനായിരുന്നു അവൻ. But because he squandered the money, he was living with pigs. He was living a pig life. എന്നാൽ തന്റെ പണം അവൻ ധൂർത്തടിച്ചു കളഞ്ഞതുകൊണ്ട് താൻ പന്നികളോടൊപ്പം ജീവിക്കേണ്ടി വന്നു. The same thing we can relate in our life with our relationship with the father. അതുപോലെ തന്നെ നമ്മുടെ ജീവിതവും നമ്മുടെ സ്വർഗീയ പിതാവിനോടുള്ള ബന്ധത്തെ നമുക്ക്. Number 1, you should know that your father is immensely rich. ഒന്നാമതായി നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ അപ്പൻ അതിസമ്പന്നനാണെന്ന് നിങ്ങൾ അറിയുക. Romans chapter 8 says, if you are children, you are heirs of God and co-heirs with Christ. റോമാലേഖനം 8-ാം അധ്യായം പറയുന്നു, നിങ്ങൾ മക്കളെങ്കിൽ നിങ്ങൾ അവകാശികളും ക്രിസ്തുയേശുവിനോടൊപ്പം കൂട്ടവകാശികളുമാകുന്നു. Hallelujah. Hallelujah. Because your father is rich, you should also live a rich life. നിങ്ങളുടെ അപ്പൻ ഒരു സമ്പന്നനായതുകൊണ്ട് നിങ്ങളും സമ്പത്തോടുകൂടി തന്നെ ജീവിക്കണം. I'm not saying that always it will happen. Sometimes for the name of the gospel, when you go as a missionary, you will have to go through such hardships in life. I have gone through that. I'm not against that. That will happen. But technically, theologically, theoretically, always remember that your father is very rich.
ഞാൻ മൊത്തം അടച്ചു പറയുകയല്ല. ഒരുപക്ഷെ സുവിശേഷത്തെ പ്രതി ചില ദൈവിക ഉദ്ദേശപ്രകാരം ചില ഘട്ടങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ സാമ്പത്തികമായ ഞെരുക്കങ്ങളോ കഷ്ടതകളോ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകാം. ദേവദാസനും എല്ലാം അതിലൂടെ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ സാങ്കേതികമായി നമ്മൾ പറയുമ്പോൾ, വചനപരമായി നമ്മൾ പറയുമ്പോൾ, ദൈവശാസ്ത്രപരമായി പറയുമ്പോൾ, നമ്മുടെ അപ്പൻ, സ്വർഗത്തിലെ അപ്പൻ അതിസമ്പന്നനാണ്. Do you agree? നിങ്ങളത് അംഗീകരിക്കുന്നു? Do you agree? നിങ്ങൾ അംഗീകരിക്കുന്നു? Hallelujah. Hallelujah. But you should have a very good relationship with the Father so that you can inherit everything. എന്നാൽ ആ പിതാവിന്റെ പക്കലുള്ളതെല്ലാം കൈവശമാക്കുവാൻ തക്കവണ്ണം നല്ലൊരു ബന്ധം നിങ്ങൾക്കുണ്ടായിരിക്കണം. Hallelujah. ഹല്ലേലൂയ. The only begotten Son says that ഏകജാതനായ everything you have is mine. ഏകജാതനായ പുത്രനായ യേശു പറയുകയാണ്, പിതാവേ അങ്ങേക്കുള്ളതെല്ലാം എനിക്ക് ഉള്ളതാണ്. We can also say that നമുക്ക് everything that you have is mine because I am your son, I am your daughter. അപ്പാ അങ്ങേക്കുള്ളതെല്ലാം എനിക്കുമുള്ളതാണ്, ഞാൻ അങ്ങയുടെ മകനാണ്, മകളാണ്. Hallelujah. ഹല്ലേലൂയ. But and also we should be very careful that we should never mismanage the resources he is giving us. ദൈവം നമുക്ക് നൽകുന്ന നന്മകൾ അത് നമ്മൾ തെറ്റായി ഉപയോഗിക്കാതിരിക്കാൻ, ദുർവ്യയം ചെയ്യാതിരിക്കാൻ നമ്മൾ വളരെ കരുതലുള്ളവരായിരിക്കും. We have to have the good stewardship and good integrity so that we can grow in the resources. നമ്മൾ ആ പണത്തിന്മേൽ സത്യസന്ധതയും കാര്യവിചാരകത്വവും ഉള്ളവരായി അതിന്മേൽ വളർന്നു വരുവാൻ തക്കവണ്ണം നമ്മൾ വിശ്വസ്തരായി. You remember the parable of talents? നമുക്ക് താലന്തുകളുടെ ഉപമ അറിയാമല്ലോ. You know, one guy got 5 talents. ഒരു വ്യക്തിക്ക് 5 താലന്ത് The ലഭിച്ചു. second guy got 2 talents. രണ്ടാമത്തെ ആൾക്ക് 2 The താലന്ത് third ലഭിച്ചു. guy got 1 talent. മൂന്നാമത്തെ ആൾക്ക് 1 താലന്ത് ലഭിച്ചു. The first one multiplied it into 2. ആദ്യത്തെ വ്യക്തി അത് ഇരട്ടിയാക്കി. The second one also made it into double. രണ്ടാമത്തെ ആളും അത് ഇരട്ടിയാക്കി. But the third one just dug it in the ground and he kept it there. Kept it there without doing anything with that. എന്നാൽ ഒന്ന് കിട്ടിയവൻ മൂന്നാമത്തെ ആൾ അത് മണ്ണിനടിയിൽ ഒന്നും ചെയ്യാതെ കുഴിച്ചിട്ടു. He was thrown into the outer darkness. അവൻ പുറത്തേക്കുള്ള ഇരുട്ടിലേക്ക് അവനെ വലിച്ചെറിഞ്ഞു. So when God gives you something, ദൈവം നിങ്ങൾക്ക് ചിലത് നൽകുമ്പോൾ he expects you to increase it. നിങ്ങളത് വർദ്ധിപ്പിക്കുമെന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്നു. Finally he said, at least you could have given entrust the money with the bankers. You would get at least interest. യജമാൻ അവസാനം പറയുകയാണ്, ഏറ്റവും കുറഞ്ഞത് നിനക്ക് പലിശക്കാരുടെ അടുക്കൽ കൊടുത്തു കഴിഞ്ഞിരുന്നെങ്കിൽ അതിന്റെ പലിശയെങ്കിലും നിനക്ക് കിട്ടുമായിരുന്നു. You did not even do that. നീ അതുപോലും ചെയ്തില്ല. You are a criminal. നീ ഒരു കുറ്റവാളി തന്നെയാണ്. You'll be thrown out. നീ ഇരുട്ടിലേക്ക് എറിയപ്പെടും. Hallelujah. Hallelujah. So these 3 areas are very, very important. ഈ 3 മേഖലകളും വളരെ പ്രധാനപ്പെട്ട മേഖല.